ഇത് കണ്ട ഇത് ഇന്നലെ ഷീറ്റിട്ട് സാധനം കേട്ടോ. ഇന്നിപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഇത് ഹോളടിക്കുകയാണ്. ഇനി നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ ഇതിൽ നമ്മൾ പൂർണ്ണമായിട്ട് നല്ല വിത്തിടും. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് അടുത്തൊരു സ്പോട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഭാഗം ഇവിടുത്തെ വാരങ്ങളെടുത്ത് അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് വീണ്ടും അടുത്ത 10 ദിവസം കഴിഞ്ഞാൽ ഇവിടെ വിത്തിടും. അങ്ങനെ ഓരോ 10 ദിവസം ഇടവിട്ടിട്ട് ഇവിടെ വാരൊക്കെ സെറ്റ് ചെയ്ത് വളവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വിത്തിടുക കേട്ടോ. പിന്നെ ഇത് കണ്ട, ഇത് ഒരു 10-15 ദിവസം എത്തിയതിന് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഉണ്ട്. ഇതിങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഓരോ മേഖലയിൽ 10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട്, ഇപ്പോൾ വർഷക്കാലം അതിൻ്റെ പേരിൽ 10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊട്ടുവള്ളിയിൽ വിത്തുകളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ഇത് കണ്ട, ഇത് ഈ ആഴ്ചയോടുകൂടി പൊട്ടിക്കാൻ പറ്റിയതിന്. അങ്ങനെ ഓരോ 10 ദിവസവും വിത്തുകൾ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ തൃശ്ശൂർ തൃപ്പയാർ പാലത്തിൻ്റെ കിഴക്കേ സൈഡിൽ പൊട്ടുവള്ളിയിൽ കട സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ മിക്കതും ഈ ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്യും. അതായത് 20-ാം തീയതിയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും സഹകരിക്കുക. മുൻപ് സഹകരിച്ചായിരുന്ന ആൾക്ക് വീണ്ടും സഹകരിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ മേൽക്കോയ്മയുള്ള വേറൊരു ബാച്ച് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പുറത്തുനിന്ന് എടുക്കാണ്ട് നമ്മളെ തോട്ടത്തിൽ നിന്ന് തന്നെ നാടൻ ഉൽപ്പന്നമാര് നമുക്ക് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് വിൽക്കാൻ പറ്റും. പരമാവധി നല്ല ക്വാളിറ്റിയോടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട. തൃശ്ശൂർ തൃപ്പയാർ പാലത്തിന് കിഴക്കേ സൈഡിൽ നമ്മളെ കക്കരിക്കട ഏറ്റവും നേരത്തെ തുടങ്ങാനായിട്ട് കേട്ടോ. ഓക്കെ.